ഫോർട്ട് കൊച്ചിയിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് എന്തൊക്കെ കാണാം, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കൊച്ചി നഗരത്തിൽ നിന്നും നിങ്ങൾ റോഡ് മാർഗമാണ് വരുന്നതെങ്കിൽ ഒരു 12 കിലോമീറ്ററും, എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്ന് ബോട്ടിലോ വാട്ടർ മെട്രോയിലോ ആണ് വരുന്നതെങ്കിൽ ഒരു 15 മിനിറ്റോളം യാത്രയുമുണ്ട് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെത്താൻ. നമുക്കിനി നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായ വാസ്കോ ഡ ഗാമ സ്ക്വയർ കാണാം. കടൽ തീരത്തിനോട് ചേർന്ന് തന്നെയുള്ള ഒരു സ്ഥലമാണിത്. നിങ്ങളിനി ബസ്സിലാണ് വരുന്നതെങ്കിൽ ബസ് സ്റ്റോപ്പ് ഇതിനടുത്ത് തന്നെയാണ്. ഇനി വണ്ടിക്കാണ് വരുന്നതെങ്കിൽ വാഹനം ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമയുടെ പേരാണ് ഈ സ്ഥലത്തിന് നൽകിയിട്ടുള്ളത്. വാസ്കോ ഡ ഗാമ സ്ക്വയറിനോട് ചേർന്ന് തന്നെയാണ് ഈ നെഹ്റു പാർക്ക്. കുട്ടികൾക്ക് വേണ്ടി മാത്രമായുള്ളൊരു പാർക്കാണിത്. ഇനി ഇവിടുന്ന് ബീച്ച് വാക്ക് വേയിലേക്ക് നടക്കാം. ഇരുവശങ്ങളിലും കടകളൊക്കെ ആയി നമുക്ക് ഇതുവഴി നടന്നു പോകാവുന്നതാണ്. ഇതുവഴി നടക്കുമ്പോൾ നമുക്ക് ചൈനീസ് ഫിഷിംഗ് നെറ്റ് കാണാം. പണ്ട് വ്യാപാരത്തിലേർപ്പെട്ടപ്പോൾ ചൈനയിൽ നിന്നും കൊണ്ടുവന്നതാണ് ഈ വലകൾ എന്നാണ് അറിയപ്പെടുന്നത്. കരയിൽ നിന്നും കടലിൻ്റെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിലേക്കാണ് ഈ ചീനവല ഇടുന്നത്. ഇതും ഫോർട്ട് കൊച്ചിയിലെ ഒരു ആകർഷണം തന്നെയാണ്. ഈ കാണുന്ന ജങ്കാറും ഫോർട്ട് കൊച്ചിയിലെ മറ്റൊരു ആകർഷണമാണ്. വൈപ്പിൻ, എറണാകുളം ഭാഗങ്ങളിലൊക്കെ ആളുകൾ വാഹനമായും അല്ലാതെയും പോകുന്നത് ഇതുവഴിയാണ്. കൊച്ചി കാണാനായി വരുന്നവരും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. ഈ വാഗ്വേയിലൂടെ നടക്കുന്നത് വേറൊരു ഫീല് തന്നെയാണ്. ഇതൊരു കപ്പൽ ചാനൽ കൂടെ ആയതുകൊണ്ട് കൊച്ചിൻ ബോട്ടിലേക്കുള്ള കപ്പലുകളൊക്കെ ഇതുവഴിയാണ് പോകുന്നത്. ഈ വാക്ക് വേയിലൂടെ നടന്ന് അങ്ങ് എൻ്റെ എത്തുമ്പോൾ കാണുന്നതാണ് ഫോർട്ട് കൊച്ചി വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് ആളുകൾ സെൽഫി എടുക്കുകയും ഒരുപാട് കടകളും അങ്ങനെയൊക്കെ ആയിട്ട് തിരക്കുള്ള ഒരു ഏരിയ ആണിത്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഡച്ച് സെമിത്തേരിയാണ്. 1724 നിർമ്മിച്ച ഈ സെമിത്തേരി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യൻ സെമിത്തേരികളിൽ ഒന്നാണിത്. 300 വർഷം പഴക്കമുള്ള ഈ ഡച്ച് സെമിത്തേരിയിൽ 100-ലധികം ശവകുടീരങ്ങളുണ്ട്. ഇതിലധികവും ഡച്ച് വാസ്തുവിദ്യയിൽ പണിതതാണ്. ഇനി അടുത്തതായി 500 വർഷം പഴക്കമുള്ള സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് കാണാൻ പോകാം. 1503 പണിത ഈ പള്ളി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യൻ പള്ളികളിൽ ഒന്നാണ്. വാസ്കോ ഡ ഗാമയുടെ ശവശരീരം ആദ്യം മറവ് ചെയ്ത സ്ഥലം എന്ന രീതിയിലും ഈ പള്ളിക്ക് നല്ലൊരു പ്രാധാന്യമുണ്ട്. പടിഞ്ഞാറോട്ടാണ് ഈ പള്ളിയുടെ ദർശനം. 1524 വാസ്കോ ഡ ഗാമ മൂന്നാമത് തൻ്റെ കേരള സന്ദർശനത്തിനിടെ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെയാണ് ആദ്യം അടക്കം ചെയ്തത്. പിന്നീട് 14 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ വന്ന് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇനി ഇവിടെ നിന്നും പള്ളിയുടെ പുറകിലുള്ള വാസ്കോ ഹൗസ് കെട്ടിടം കാണാൻ പോകാം.
ഫോർട്ട് കൊച്ചിയിലെ ഏറ്റവും പഴക്കം ചെന്ന പോർച്ചുഗീസ് കെട്ടിടങ്ങളിൽ ഒന്നാണിത്. പണ്ട് ഈ വീട്ടിലാണ് വാസ്കോ ഡ ഗാമ താമസിച്ചതെന്ന് പറയപ്പെടുന്നു. 2007 മമ്മൂട്ടി അഭിനയിച്ച ബിഗ് ബിയിലൂടെ ഈ വാസ്കോ ഹൗസ് ഒന്നുകൂടെ പ്രശസ്തമായി. ഇനി അടുത്തതായി ബാസ്റ്റിൻ ബംഗ്ലാവ് കാണാൻ പോവാം. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ പണിത ഒരു കെട്ടിടമാണിത്. പിന്നെ ഡച്ചുകാർ കൊച്ചിയിൽ വന്നപ്പോൾ ഇത് നശിപ്പിക്കുകയും പിന്നെ ഇത് പൊളിച്ച് ചെറുതാക്കി കോട്ട പോലെ പണിതു. അതാണ് ബാസ്റ്റിൻ ബംഗ്ലാവ് എന്നറിയപ്പെടുന്നത്. ആയിരത്തി 1990 ഈ ബാസ്റ്റിൻ ബംഗ്ലാവ് സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയും പിന്നീട് അത് മോടി പിടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അത് ജില്ലാ പൈതൃക മ്യൂസിയമാക്കി മാറ്റി. നമ്മുടെ അടുത്ത സ്പോട്ട് 500 വർഷത്തെ ചരിത്ര പ്രാധാന്യമുള്ള സാന്താക്രോസ് കത്തീഡ്രൽ ബസലിക്കയാണ്. കൊച്ചി രൂപതയുടെ കത്തീഡ്രൽ ദേവാലയങ്ങളിലെ 9 ബസലിക്കകളിൽ ഒരു ബസലിക്കയാണ് ഈ സാന്താക്രോസ് കത്തീഡ്രൽ ബസലിക്ക. ഇന്ത്യയിലെ ആകർഷണങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു പള്ളിയാണിത്. ഇതിനടുത്തായി ഒരു കഥകളി സെൻറ്ററുമുണ്ട്. കൂടുതലും വിദേശികളാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇതിനൊക്കെ അടുത്തായിട്ട് ഒരുപാട് കഫേകളും നമ്മുടെ ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫോർട്ട് കൊച്ചിയിൽ വന്നാൽ ഈ സ്ഥലങ്ങളൊന്നും കാണാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക്